വെൽക്കം ബാക്ക് റോഷൻസ് വേൾഡിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ബോക്സ് ആദ്യം ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നല്ല പാക്കിംഗ് ആണ്. നമുക്കപ്പം ആദ്യം ഈ പിൻസൊക്കെ ഒന്ന് ഊരിയെടുക്കാം. അപ്പോൾ നമുക്കിനി ബോക്സ് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇതാ നമ്മുടെ സൈക്കിൾ അൺബോക്സ് ചെയ്ത് തീർത്തിട്ടുണ്ട്. ഇത് 90% അസംബിൾഡ് ആയിട്ടുള്ള സൈക്കിളാണ്. അപ്പോൾ ബാക്കി കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. ഇത് അസംബിൾ ചെയ്യുന്നതിനുള്ള ടൂൾസ് എല്ലാം കമ്പനി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഒരു ബോക്സിലാണ് അത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതാണ് നമ്മുടെ ടൂൾ ബോക്സ്. ഇത് കമ്പനി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നതാണ്. നമുക്കപ്പം ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. പെഡൽസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഫ്രണ്ടിലും ബാക്കിലും വേണ്ടിയിട്ടുള്ള റിഫ്ലക്ടർ തന്നിട്ടുണ്ട്. ഗിയർ ഗാർഡ് തന്നിട്ടുണ്ട്. അതുകൂടാതെ 2 ക്ലിപ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ റിഫ്ലക്ടറിന് വേണ്ടിയിട്ടുള്ളതാണ്. പിന്നീട് കമ്പനി ബോക്സിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ടൂൾസാണ്. അപ്പോൾ നമുക്കിത് അസംബിൾ ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ടൂൾസും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ സൈക്കിള് നമ്മൾ അൺബോക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. വീൽസൊക്കെ ടൈ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആ ടൈയൊക്കെ മാറ്റിയതിന് ശേഷം നമുക്ക് വീൽസ് സെപ്പറേറ്റ് ചെയ്തെടുക്കണം. ഇതിൻ്റെ ഫ്രണ്ടിലാണ് മെയിനായിട്ട് അസംബിൾ ചെയ്യാനുള്ളത്. ബാക്ക് സൈഡ് അതിൻ്റെ ഗിയേഴ്സ് എല്ലാം കറക്റ്റായിട്ട് അസംബിൾ ചെയ്ത് തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ റാപ്പിംഗ് ഒക്കെ ഒന്ന് അഴിച്ചു കളയാം. അപ്പോൾ ഇതാ നമ്മൾ റാപ്പിംഗ് എല്ലാം കംപ്ലീറ്റ് മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് അസംബിൾ ചെയ്യണം. ആദ്യം നമുക്കിതിൻ്റെ ഹാൻഡിലേയും തുടങ്ങാം. അപ്പോൾ ഇത് നമുക്കാദ്യം ഇതിൻ്റെ ഹാൻഡിൽ സ്ട്രെയിറ്റനായിട്ട് വരണം. അപ്പോൾ നമുക്ക് അതൊന്ന് സ്ട്രെയിറ്റ് സെറ്റ് ചെയ്തതിന് ശേഷം നമുക്കിനി ഹാൻഡിൽ ബാർ ഫിക്സ് ചെയ്യാം. അപ്പോൾ ഹാൻഡിൽ ബാർ ഫിക്സ് ചെയ്യുമ്പോൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ബ്രേക്ക് കേബിൾസ്, ഗിയറിൻ്റെ കേബിൾസ് എല്ലാം കൃത്യമായിട്ടാണോ വന്നിരിക്കുന്നതെന്ന് നോക്കണം. ഒന്നും എവിടെയും തട്ടിത്തടഞ്ഞിരിക്കാതെ കുരുങ്ങിയിരിക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പം ഇതിപ്പോൾ കറക്റ്റായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. കമ്പനി നമുക്ക് ഓണേഴ്സ് മാനുവൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ അസംബിൾ ചെയ്യേണ്ടതിൻ്റെ ആ ഒരു ഓർഡർ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവർ പറഞ്ഞിരിക്കുന്ന അതേ ഓർഡറിൽ തന്നെ അസംബിൾ ചെയ്യാം. നെക്സ്റ്റ് അവർ പറഞ്ഞിരിക്കുന്നത് സീറ്റ് പോസ്റ്റാണ്. അപ്പോൾ നമുക്ക് സീറ്റ് അസംബിൾ ചെയ്തതിന് ശേഷം ബാക്കിയുള്ളതിലേക്ക് വരാം. അപ്പോൾ നമുക്ക് സീറ്റ് അസംബിൾ ചെയ്യാം. അപ്പോൾ കമ്പനിയിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഒരു ക്വിക്ക് റിലീസ് സീറ്റ്സ് ആണ്. അതായത് നമുക്ക് അതിൻ്റെ ഹൈറ്റ് ഇഷ്ടമുള്ളപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യാം. അതിന് നമുക്ക് പ്രത്യേകിച്ച് സ്ക്രൂ ഡ്രൈവറിനൊന്നും ആവശ്യമില്ല. ഹൈറ്റ് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പോൾ വീൽസ് അസംബിൾ ചെയ്യുമ്പം ഇവിടെ നട്ട് മാറ്റി കഴിഞ്ഞാൽ അത് കൂടാതെ തന്നെ ഇവിടെ ഒരു സേഫ്റ്റി ലോക്ക് കൂടിയുണ്ട്. അപ്പോൾ ആ സേഫ്റ്റി ലോക്കും കൃത്യമായിട്ട് നമ്മുടെ ഫ്രണ്ടിലുള്ള അസംബ്ലിയിലേക്ക് കയറി വീഴണം. അപ്പോൾ അത് നോക്കിക്കൊണ്ട് വേണം നമ്മൾ
ഫ്രണ്ട് വീല് അസംബിൾ ചെയ്യുന്നതിന്. കമ്പനി തന്നിരിക്കുന്ന ടൂൾസ് തന്നെ യൂസ് ചെയ്യണമെന്നില്ല. നമ്മുടെ കൈവശം ഇതിനുള്ള സ്പാനേഴ്സൊക്കെ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. ഇനി നമുക്ക് പെഡൽസ് അസംബിൾ ചെയ്യണം. അപ്പോൾ പെഡൽസ് കൂടി അസംബിൾ ചെയ്യുമ്പോൾ ഏകദേശം 100% ആവും. ഇപ്പോൾ ഏകദേശം 97% നമ്മൾ അസംബിൾ ചെയ്ത് കഴിഞ്ഞു. ഈ പെഡൽസിന് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് ലെഫ്റ്റ് റൈറ്റ് എന്ന്. അപ്പോൾ അത് നോക്കി വേണം നമ്മൾ അസംബിൾ ചെയ്യാൻ. ഇപ്പോൾ നമുക്ക് ലെഫ്റ്റ് സൈഡിലുള്ള പെഡൽ അസംബിൾ ചെയ്യാം. നമുക്കിനി റൈറ്റ് സൈഡിലെ പെഡൽ കൂടി ഫിറ്റ് ചെയ്യാം. നമുക്കിനി ഗിയർ ഗാർഡ് ഫിറ്റ് ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ആദ്യം ഈ നട്ടൊന്ന് അഴിക്കാം. അപ്പോൾ കമ്പനി നമുക്ക് റിഫ്ലക്ടറിന് വേണ്ടി തന്നിരിക്കുന്ന 2 ക്ലാമ്പും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. ബാക്കിലേത് സൈസ് ചെറുതാണ്, ഫ്രണ്ടിൽ കൊടുക്കാനുള്ളത് സൈസ് വലുതാണ്. അപ്പോൾ നമുക്ക് സൈസ് ചെറുത് ബാക്കിൽ കൊടുത്തതിന് ശേഷം ഈ റിഫ്ലക്ടർ ഫിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ക്ലിപ്പ് കൃത്യമായിട്ട് ഇവിടെ സ്ക്രൂ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ റിഫ്ലക്ടർ അതിലേക്ക് ഫിറ്റ് ചെയ്യാം. അപ്പോൾ റിഫ്ലക്ടറിൽ ലോക്ക് വരുന്നുണ്ട്. അപ്പോൾ ലോക്ക് താഴേക്ക് വരുന്ന രീതിയിൽ നമ്മൾ റിഫ്ലക്ടർ പതിയെ ഇതിലേക്ക് സ്ലൈഡ് ചെയ്ത് കയറ്റിയിടണം. ഇതാ ടിക്ക് ഒച്ച കേട്ടു. ഇപ്പോൾ റിഫ്ലക്ടർ കറക്റ്റായിട്ട് ലോക്കായിട്ടുണ്ട്. ഈ ഒരു റിഫ്ലക്ടറിലും ഇതുപോലൊരു ലോക്ക് ഉണ്ട്. സോ നമുക്ക് ആ ലോക്ക് താഴെ വരുന്ന രീതിയിൽ സ്ലൈഡ് ചെയ്ത് ഇതിലേക്ക് ഉറപ്പിക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഹെർക്കുലീസ് R1 S29 എന്ന സൈക്കിൾ. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും അതുപോലെ ഡീറ്റെയിൽ ആയിട്ട് റിവ്യൂവും എല്ലാം നെക്സ്റ്റ് എപ്പിസോഡിലുണ്ടാവും. അതുകൂടാതെ ഈ സൈക്കിളിന് ആവശ്യമായിട്ടുള്ള സെക്യൂരിറ്റി ഡിവൈസസ് എല്ലാം തന്നെ നമ്മൾ ഓൾറെഡി ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സൈക്കിളിലേക്ക് അത് ഫിറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഡീറ്റെയിലിംഗ് കാണിക്കുന്നതായിരിക്കും. അപ്പോൾ വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു എപ്പിസോഡിന് വേണ്ടി വീണ്ടും കാത്തിരിക്കുക. അതുവരേക്കും ഇറ്റ്സ് റോഷൻ. ബൈ.